ഹായ് കൂട്ടുകാരെ, PSC കുട്ടീസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലുള്ള ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 വീഡിയോയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചും റയറ്റ് വാരി സമ്പ്രദായത്തെക്കുറിച്ചും പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ വർഷം 1822. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ വർഷം 1822. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് പ്രദേശങ്ങളിലായിട്ടാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ഹോൾട്ട് മെക്കൻസി എന്ന വ്യക്തിയാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഹോൾട്ട് മെക്കൻസി എന്ന വ്യക്തിയാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മഹൽവാരി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ: ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. മഹൽവാരി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത, ഓരോ കർഷകരെയും പ്രത്യേകമായിട്ടല്ല, ഒരു ഗ്രാമത്തിനെ മുഴുവൻ ഒരു യൂണിറ്റായി കണക്കാക്കിയാണ് നികുതി പിരിച്ചത്. അങ്ങനെ ഒരു ഗ്രാമം നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയോടൊപ്പം കൂട്ടിച്ചേർക്കുവാൻ തുടങ്ങി. അപ്പോൾ മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ വർഷം 1822. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ പ്രദേശങ്ങളിലായിട്ടാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയ വ്യക്തി ഹോൾട്ട് മെക്കൻസി. പ്രത്യേകതകൾ: ഒരു ഗ്രാമത്തെ മുഴുവൻ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇനി നമുക്ക് ഇതിനു മുമ്പ് പഠിച്ച 2 നികുതി നയങ്ങൾ കൂടി കമ്പയർ ചെയ്ത് ഒന്നുകൂടെ പഠിക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വർഷം 1793. റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് 1820. മഹൽവാരി സമ്പ്രദായം 1822. ഇനി നടപ്പിലാക്കിയ പ്രദേശങ്ങൾ: ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. റയറ്റ് വാരി സമ്പ്രദായം ദക്ഷിണേന്ത്യയും ഡെക്കാൻ പ്രദേശങ്ങളും. മഹൽവാരി സമ്പ്രദായം ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് പ്രദേശങ്ങൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തി കോൺവാലിസ് പ്രഭു. റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും. മഹൽവാരി സമ്പ്രദായം ഹോൾട്ട് മെക്കൻസി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ: ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാരായിരുന്നു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചത്. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക കർഷകർ നിർബന്ധമായി നികുതിയായി നൽകണമായിരുന്നു. റയറ്റ് വാരി സമ്പ്രദായത്തിൽ കർഷകരെയാണ് ഭൂവുടമകളായി പരിഗണിച്ചത്. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. മഹൽവാരി സമ്പ്രദായത്തിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. താങ്ക്